നമസ്കാരം. യേശുദേവന്റെ അന്ത്യ തിരുവത്താഴ ചിത്രം ദ ലാസ്റ്റ് സപ്പർ അത് വരച്ച വിഖ്യാത ചിത്രകാരനായ ലിയാനാർഡോ ഡാവിഞ്ചിക്കുണ്ടായ ഒരു ദുരനുഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദുര്യോഗത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തുടങ്ങട്ടെ. നന്മയുടെ നിർവ്വടമായ യേശുദേവനെ ചിത്രീകരിച്ച ശേഷം അതിന്റെ നേർവിപരീതമായ ഇരുട്ടിന്റെ അല്ലെങ്കിൽ പൈശാചികതയുടെ പ്രതിരൂപമായ യൂദാസിനെ വരയ്ക്കാൻ കാരാഗ്രഹങ്ങൾ തോറും അലഞ്ഞു നടന്ന ഡാവിഞ്ചിക്ക് അത്തരത്തിലൊരാളെ കണ്ടെത്തിയപ്പോൾ നേരിട്ട വിധി വൈപരീത്യം സമാനതകളില്ലാത്തതായിരുന്നു. ആ ദുഷിച്ച കഥാപാത്രം മുന്നോട്ട് വന്ന് കുമ്പസരിച്ചത്, എന്നെ തന്നെയാണ് പ്രഭോ അങ്ങ് നേരത്തെ യേശുവായി ചിത്രീകരിച്ചത് എന്നായിരുന്നു. തെറ്റുകളുടെ മഹാമേരുവായി വളർന്ന ഞാൻ ഇപ്പോൾ ഇങ്ങനെയായി. യൂദാസായി തെരഞ്ഞെടുക്കപ്പെട്ട ആ യുവാവിന് തന്റെ തെറ്റുകളിൽ കുമ്പസരിക്കണമെന്ന് തോന്നി. നമുക്ക് ഈ കഥ നേരെ കട്ട് ചെയ്ത് നമ്മുടെ ആരാധ്യയായ മേയർ ആര്യ രാജേന്ദ്രനിലേക്കും അവരുടെ പ്രിയതമനായ സച്ചിൻ ദേവ് MLA ഒന്ന് ഡിസോൾവ് ചെയ്ത് നോക്കിയാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരന്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലെ അവസാന ഭാഗമാണ് ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞ ഈ കഥ. ഒരു ടെമ്പോ കിട്ടാൻ വേണ്ടി ഞാനത് ആദ്യം പറഞ്ഞു വന്നേ ഉള്ളൂ. അതായത്, അങ്ങനെ ആദ്യം യേശുദേവന്റെ പ്രതീകമായി ഡാവിഞ്ചിക്ക് മുമ്പിൽ വരയ്ക്കാൻ പോസ് ചെയ്യുകയും കാലാന്തരത്തിൽ യൂദാസിനെ വരയ്ക്കാനും അതേ ആൾ തന്നെ ഡാവിഞ്ചിക്ക് മുമ്പിൽ എത്തുകയും ചെയ്ത ഈ സംഭവം, ആ മനുഷ്യന് താൻ ഈ വിധം വഴിപിഴച്ചു പോയതിൽ അങ്ങേറ്റം മനസ്താപം ഉണ്ടാവുകയും കുമ്പസരിക്കാൻ തോന്നുകയും ചെയ്തു എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ആരാധ്യയായ മേയർക്കും മേയറുടെ കെട്ടിയോനും അതിനു പോലും തോന്നുന്നില്ല. ഇനി ബാക്കി പറയാം. നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രന്റെ വിക്രിയകളെ കുറിച്ച് പറഞ്ഞ് മടുത്തു. എത്രയെന്ന് വെച്ചിട്ട് ഒരാളെ കുറിച്ച് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുക? നമുക്ക് തന്നെ ഒരു ചലിപ്പ് തോന്നുന്നില്ലേ? അതേസമയം ചില കാര്യങ്ങൾ കൃത്യമായ സമയത്ത് പറയാതിരിക്കാനും വയ്യ. ശക്തിധരന്റെ ഈ പുതിയ വെളിപ്പെടുത്തലുകൾ എന്റെ സുഹൃത്തുക്കളായ നല്ല സഖാക്കൾ തീർച്ചയായും അറിയേണ്ടതുണ്ട്. ശക്തിധരന്റെ കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കേരളത്തിൽ വിവാദങ്ങളുടെ മുൾമുനയിൽ നിൽക്കുന്ന ആരാധ്യയായ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും 5 വർഷം മുമ്പ് പ്രശസ്തമായ ദി വയർ എന്ന ബുദ്ധിജീവികളുടെ ജിഹ്വയായ പുകൾപെറ്റ താരങ്ങളായിരുന്നു എന്നത് ഇന്ന് എത്ര പേർക്കറിയാം? പശ്ചിമ ബംഗാളിലെ CPMന്റെ അന്ത്യത്തിന്റെ വഴി ഇതാണോ എന്ന് 2021 മെയ് 2 മാധ്യമപ്രവർത്തകൻ ഹിമാദ്രി ഘോഷ് ചോദിക്കുന്ന പഠനാർഹമായ ലേഖനത്തിൽ ഇരുവരെയും പേരെടുത്തു പറഞ്ഞ് പ്രശംസിച്ചത് ഇപ്പോൾ ആരും ഓർക്കുന്നുണ്ടാവില്ല. അതിലൊരു ചോദ്യം ഇപ്പോഴത്തെ കേരളത്തിലെ CPMനും ബാധകമാണ്. ആരാണ് CPMന്റെ തകർച്ചയ്ക്ക് കാരണം? ആരാധ്യയായ മേയറും അവരുടെ തിണ്ണമെടുക്ക് കാണിക്കുന്ന ഭർത്താവ് സച്ചിൻ ദേവും, പിന്നെ അവർക്ക് ആലവട്ടവും വെഞ്ചാമരവും വീശുന്ന ദുഷിച്ച കാളികൂളി സംഘവുമാണോ കേരളത്തിലും ഈ തകർച്ചയ്ക്ക് കാരണം? കേരളത്തിൽ ഇത്തിരി പോന്ന ഒരു SFIക്കാരിയെ പന പോലെ വളർത്തിയതിന്റെ രക്ഷാകർതൃത്വം പിടിച്ചുപറ്റിയത് ആരൊക്കെയാണ് ഇങ്ങനെ വേഷം കെട്ടി ആടുന്നത്? ആരാധ്യയായ മേയർ കളങ്കിതയാണെന്ന് ലോകം മുഴുവൻ ഉച്ചത്തിൽ അലമുറ ഇടുമ്പോഴും സ്ത്രീത്വം ഉരുകി ഒലിച്ചുപോയേ എന്ന് നിർലജ്ജം വിലപിക്കുകയാണ് ഈ മാലാഖ. ആരെങ്കിലും ആരാധ്യയായ മേയറെ തൊട്ടോ, കണ്ണുരുട്ടിയോ, കാലുകൊണ്ട് അവരെ ചവിട്ടിയോ? ഒരു സ്ത്രീക്ക് ചെയ്യാവുന്നതാണോ രാത്രിയിൽ തലസ്ഥാന നഗരം ഈ സ്ത്രീയിൽ നിന്ന് അനുഭവിച്ചത്? ഭൂഗോളം ആസകലം മലയാളികൾ ഉള്ളിടത്തെല്ലാം ഈ സ്ത്രീയുടെ പരാക്രമമല്ലേ രോഷത്തോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലണ്ടനിൽ നിന്ന് ഡെപ്യൂട്ടി മേയർ ശ്രീ ബൈജു തിട്ടാല പ്രതികരിച്ചത് ജനങ്ങൾ കേട്ടതാണ്. ഖ്യാതി വന്നപ്പോൾ ആരാധ്യയായ മേയർക്ക് കൈവന്ന ഈ തിമിർപ്പിന്റെ പുളർപ്പുണ്ടല്ലോ, ജനങ്ങൾക്ക് അത് മനസ്സിലായി. എന്തൊരു വിധി വൈപരീത്യം! തന്റെ സ്ത്രീത്വത്തെ അവഹേളിച്ചാൽ ഒലത്തിക്കളയും എന്ന് രാത്രി തെരുവിലിറങ്ങി ഓരിയിടുന്ന ഈ ആരാധ്യയായ മേയർ, എന്നാണ് ഈ ആരാധ്യയായ മേയർ ഒരു സ്ത്രീയായത്? ജനിച്ചപ്പോൾ തന്നെ ഗർഭശ്രീമാൻ ആയിരുന്നോ ഇവർ? എന്തൊക്കെ അട്ടഹാസങ്ങളാണ് രാത്രി തെരുവിൽ പൊതുസമൂഹത്തെ മാനിക്കാതെ ആരാധ്യയായ മേയർ എന്ന ഹുങ്കിൽ ഇവർ ആറാടിയത്? അപ്പോൾ ഒരു വിലക്ഷണം കെട്ട നാട് വെറുക്കുന്ന ഒരു സ്ത്രീയായി കൊണ്ടിരിക്കുന്നു എന്ന് എന്തേ ഇവരാരും ഉപദേശിച്ചില്ല?
യഥാർത്ഥത്തിൽ സ്ത്രീത്വം അവഹേളിക്കപ്പെട്ടതിനോ ആരെങ്കിലും സ്ത്രീനിന്ദ കാട്ടിയതിനോ ആണോ ഈ സർക്കാർ KSRTC ഘടിപ്പിച്ചിരുന്ന മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയത്? മെമ്മറി കാർഡ് എന്നാൽ ഈ ലൈംഗിക ചേഷ്ട കാണിക്കുന്ന ഉപകരണമാണോ? അതിലെന്താണ് ആരാധ്യയായ മേയറെ പ്രകോപിപ്പിച്ചത്? അതും രാത്രി 15 ബസ് യാത്രക്കാരെ പെരുവഴിയിൽ ഒറ്റയടിക്ക് ഇറക്കിവിടാൻ കരുത്തുള്ള ഭർത്താവ് ഒപ്പമുണ്ടായിരിക്കെ. എന്താണ് ദി വയർ എന്ന മാഗസിൻ ഇരുവരെയും കുറിച്ച് 5 വർഷം മുമ്പ് എഴുതിയിരുന്നത് എന്നറിയണ്ടേ? ബംഗാളിലെ തിരഞ്ഞെടുപ്പിൽ പാതാളത്തോളം തകർന്നടിഞ്ഞ CPM വിവിധ സർവകലാശാലകളിൽ നിന്നും മറ്റും 1 ഡസനോളം പുതിയ പ്രതിഭകളെ കണ്ടെത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്ന ഒരു പരീക്ഷണം നടത്തി. പക്ഷേ അതിലൊന്നിനെ പോലും നിയമസഭയിലെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്ത് വേഷപ്രച്ഛന്നനായി വന്നാലും CPMനെ വേണ്ട എന്ന ശാഠ്യത്തിലായിരുന്നു ബംഗാളികൾ. ജനങ്ങളുമായുള്ള ബന്ധം വേരറ്റു പോയാൽ എന്ത് തട്ടിപ്പ് കാണിച്ചിട്ടും ഫലമില്ല. പുതുരക്തം എന്നത് പ്രചരണ ആയുധം മാത്രമായി. കേരളത്തിലും മുട്ടയിൽ നിന്ന് വിരിയുക മാത്രം ചെയ്തവരെ കണ്ടെത്തി പരീക്ഷണത്തിന് ഇരകളാക്കി എന്നാണ് ദി വയർ മാഗസിൻ പറയുന്നത്. 21കാരിയായ ആര്യ രാജേന്ദ്രനെ മേയറാക്കിയത് എടുത്തു പറയുന്നുണ്ട് ആ മാഗസിനിൽ. അതിനു മുമ്പ് തന്നെ ആര്യ ഈ ബാലസംഘത്തിന്റെയും SFIയുടെയും ഭാരവാഹിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സച്ചിൻ ദേവ് ബാലുശ്ശേരിയിൽ നിന്ന് 20,372 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഭൂഗോളം മുഴുവൻ സഞ്ചരിക്കുന്ന ആ വയർ മാഗസിന്റെ ലക്കത്തിൽ എടുത്തു പറഞ്ഞിരുന്നു. 5 വർഷം മുമ്പ് ദി വയർ മാഗസിൻ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിർത്തിയിരുന്ന ഈ പുതുരക്തങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രമാത്രം അപഹാസ്യരായി തീർന്നത്? ഒരു മാഫിയ ഗാങ്സ്റ്റർ ഭരണമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ ആർക്കാണ് ഇത്ര പൂതി? ആരാധ്യയായ മേയറും അവരുടെ തിണ്ണമെടുക്കുള്ള ഭർത്താവും കേരളത്തിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ 5 വർഷം മുമ്പ് ഖ്യാതിയോടെ വിരാജിച്ച ഇരുവർക്കും എവിടെ വെച്ചാണ് വഴിതെറ്റിയത്? നമുക്കത് കണ്ടെത്തണ്ടേ? പാർട്ടിയിൽ ഉന്നത പദവികളിൽ എത്തുന്നവരുടെ രൂപപരിണാമ ഗുപ്തി എന്തുകൊണ്ടാണ് ഇത്ര വേഗമാകുന്നത്? എങ്ങനെയാണ് ഇവർക്ക് ഒരു ഗാങ്സ്റ്റർ സ്റ്റേറ്റിന്റെ ഭാഗമാക്കാൻ കഴിയുന്നത്? ആരാണ് അവരെ അതിലേക്ക് തള്ളിവിടുന്നത്? ഇത്രയും പറഞ്ഞ ശേഷമാണ് ശക്തിധരൻ തിരുവത്താഴ ചിത്രത്തെക്കുറിച്ചും അതിലെ മോഡലിനെ കുറിച്ചും ഒക്കെ പറയുന്നത്. ആ യൂദാസിന് അല്ലെങ്കിൽ ആ യൂദാസായി തിരഞ്ഞെടുക്കപ്പെട്ട ആ യുവാവിന് തന്റെ തെറ്റുകളിൽ കുമ്പസരിക്കണം എന്ന് തന്നെയെങ്കിലും തോന്നി. പക്ഷേ ആരാധ്യയായ നമ്മുടെ മേയർക്കും മേയറുടെ കെട്ടിയോനും അതിന് പോലും തോന്നുന്നില്ല. ശക്തിധരന്റെ കുറിപ്പ് ഇവിടെ അവസാനിക്കുമ്പോൾ പ്രസക്തമായൊരു ചോദ്യമാണ് മനസ്സിൽ വരുന്നത്. ഇവരെയൊക്കെ എങ്ങനെയാണ് ഒന്ന് നന്നാക്കിയെടുക്കുക? CPM എന്ന പാർട്ടിയെ എങ്ങനെയാണ് നമുക്ക് ആ പഴയ കാലത്തിലേക്ക് പരിവർത്തിച്ചെടുക്കാൻ പറ്റുക? അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.